ഹായ്, ഇന്ന് ഞാൻ നമ്മുടെ വിജയ് നായകനായ ജനനായകൻ എന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രമാണ്. ഇതിന് മുൻപേ റിലീസ് ആവേണ്ട ഒരു ചിത്രമായിരുന്നു. പിന്നെ പല രാഷ്ട്രീയ കളികളും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ റിലീസ് ഇങ്ങനെ വൈകി അവസാനം ഇന്ന് അത് റിലീസായിരിക്കണം. ഈ സിനിമ അവരൊരു മാസ് മസാല തമിഴിലെ ആ ഒരു എന്താ പറയുക, ആ പഴയ രീതി തന്നെ. കാരണം അടി ഇടി വെടി പുക ആ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ചൊരു വേറൊരു സംഭവമൊന്നുമില്ല. പിന്നെ എന്താണ് ഇത് പ്രേക്ഷകനൊന്ന് കാണാനുള്ള ഒരു ദുര എന്ന് വെച്ചാൽ അത് വിജയ്, അതായത് CM ആയിട്ട് വിജയ് വരും. അദ്ദേഹത്തിൻ്റെ അതിന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രമാണ്, അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണ്. ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ ഒരുപാട് നോക്കിക്കാണുക. കാരണം എന്താകും ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ, എന്താകും ആളുകൾ ഇതിനെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കളി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള പല ചോദ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ കാണാൻ ആളുകൾക്കൊരു വെമ്പൽ. പക്ഷെ കണ്ടു കഴിഞ്ഞ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ സിനിമ ഒരുപാട് ഫൈറ്റ് രംഗമുണ്ട്. അത് നമുക്കറിയാം, വിജയുടെ സിനിമകളിൽ പൊതുവെ തമിഴ് സിനിമകളിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി ഫൈറ്റ് രംഗങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നമ്മുടെ അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു നമ്പർ 1 ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ ആ ഒരു ഗണത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വളരെ നമുക്കൊരു എൻഗേജിങ്, അതുപോലെ നമുക്കൊരു കേൾക്കാനൊരു ഇമ്പമുള്ള രീതിയിലൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നമുക്കൊരു എന്തൊരു അരോചകമായിട്ടും അത് ചില സീൻസിനോടൊരു മാച്ച് ചെയ്യാത്ത രീതിയിൽ ആ മ്യൂസിക്കിന് തോന്നിപ്പോയിട്ട് എനിക്ക് തോന്നിപ്പോയി അതൊരു മാച്ചിങ് അല്ല. പിന്നെ ഡയറക്ഷൻ ഇതിൽ പറയുകയാണെങ്കിൽ തമിഴിൽ നോർമലി ഒരു ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ആ രീതി തന്നെ. കാരണം പ്രത്യേകിച്ചൊരു ഗിമിക്കുകളൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഒരു എന്താ പറയുക, ബെസ്റ്റ് എന്ന് പറയാൻ ചോദിച്ചാൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. വളരെ പോരായ്മകൾ ഈ ചിത്രത്തിൽ കാണും. പിന്നെ ഇതിൻ്റെ സോങ്ങുകളോട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ട്, വലിയൊരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത സോങ്ങുകൾ. പിന്നെ എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അതിൽ പറയാൻ, കാരണം അദ്ദേഹം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് രീതിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുക, കഥാപാത്രത്തിൻ്റെ രീതിയിലൊന്നും അദ്ദേഹം നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച ഒരു താരമല്ല. പക്ഷെ അദ്ദേഹം റിയൽ ലൈഫിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു മാസമൊന്നും നമുക്ക് സിനിമയിൽ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മൾ സിനിമയുടെ ഓരോ അവാർഡ് സംഭവത്തിലൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ആരോടും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന ഒരു ആളായിട്ട് നമ്മൾ ഇതിനു മുമ്പൊക്കെ അദ്ദേഹം കണ്ടു. പക്ഷേ അദ്ദേഹം അദ്ദേഹം CM ആയതിനു ശേഷം അദ്ദേഹം പൊതുവേദിയിൽ കാണിക്കുന്ന മാസുകളൊക്കെ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന സംഭവങ്ങൾ. അത്രത്തോളം മാസ് അദ്ദേഹത്തിൻ്റെ നാടിനെ എത്രത്തോളം ചേർത്ത് പിടിക്കാണ്, അദ്ദേഹം ശത്രുക്കളെ എത്രത്തോളം അവരോട് പടപൊരുത്താൻ നമുക്ക് കാണാം. പക്ഷെ അതൊന്നും അദ്ദേഹം സിനിമയിൽ നമുക്ക് അത്രത്തോളം ചെയ്ത് കണ്ടിട്ടില്ല. അതിനേക്കാൾ ഉപരി ആയിട്ടാണ് അദ്ദേഹം റിയൽ ലൈഫിൽ. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സിനിമയിൽ അത്രത്തോളം മാസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രമാണ്. ഇതിന് നമുക്ക് റിവ്യൂ പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഇനി നമ്മൾ റിവ്യൂ പറഞ്ഞിട്ട് നല്ലതായാലും മോശമായാലും അദ്ദേഹം ഇനി വേറൊരു സിനിമ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സിനിമ കണ്ടതിൻ്റെ രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ക്യാമറ എനിക്ക് ചില ഏരിയയിൽ ഇഷ്ടം. പക്ഷേ അതിൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ മുമ്പൊരു സീന് കാണിച്ചു, അതിൽ എനിക്ക് ക്യാമറ എന്തോ ഒരു അതിൻ്റെ CGയുടെ ഒരു വർക്കിൻ്റെ ഒരു പ്രശ്നമാണെന്നല്ല, എന്തോ വലിയൊരു സുഖം തോന്നിയില്ല. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ഒരു നല്ലൊരു സിനിമയാണോ ചോദിച്ചാൽ ഒരിക്കലും ഒരു നല്ലൊരു സിനിമയായിരിക്കും. ഒരു നോർമൽ ഒരു തമിഴ് സിനിമ, വിജയുടെ പഴയ സിനിമകൾ കാണുന്ന പോലെ തന്നെ. പക്ഷേ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ താഴ്ന്ന ഇതിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. കാരണം അത്രത്തോളം ഒരു ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു സംഭവങ്ങൾ ഈ ചിത്രത്തിലില്ല. പേഴ്സണലി ഒരു കുഴപ്പമില്ലാത്ത ചിത്രം, ഒരു വൺ ടൈം വിജയ് സിനിമ, പിന്നെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ സിനിമ. അപ്പോൾ ആ ഒരു രീതിയിൽ കാണാം. അല്ലാതെ ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്കിതിൽ പറയാനുള്ള ഒരു സംഭവം ഇല്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണലി. ഇനി മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ചിത്രം.